അതുപോലെ തന്നെ അടിയന്തരാവസ്ഥ കാര്യത്തിൽ അടിയന്തരാവസ്ഥയിൽ CPM BJPയും ഒരുമിച്ച് നിന്നു എന്നുള്ള കാര്യത്തിൽ കേരളത്തിൽ വിവാദമായിരുന്നു തെരഞ്ഞെടുപ്പ്. ഇപ്പോൾ അടിയന്തരാവസ്ഥ 50ാം വാർഷികമാണ്. എങ്ങനെയാണ് കേസ് ചെയ്യുന്നത്? അല്ല, അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷികം എന്താണ് അതിനകത്തൊരു 1975 നടന്ന കാര്യം ഇപ്പോൾ 50ാം വർഷം ആഘോഷിക്കുന്നതിന്റെ പിന്നിൽ വെറും കുറ്റബോധമാണ് BJPന്റെ. കഴിഞ്ഞ 11 നിങ്ങളെല്ലാം മാധ്യമപ്രവർത്തകരാണ്. കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് മാധ്യമങ്ങൾക്ക് ഫ്രീ ആയിട്ട് സ്വാതന്ത്ര്യമുണ്ടോ? ഇന്ത്യയിലെ മാധ്യമങ്ങൾക്ക് കൂച്ചുവിലം കിട്ടുന്നത് ആരാണ്? ഇന്ത്യയിൽ സ്വതന്ത്രമായിട്ടുള്ള സ്വാതന്ത്ര്യം ആർക്കെങ്കിലും ഉണ്ടോ? ഫ്രീ പ്രസ് ഇല്ല, ഫ്രീ മൂവ്മെന്റ് ഇല്ല. ഗുജറാത്തിലേക്ക് പത്രപ്രവർത്തകർക്ക് നേരിടുന്ന പ്രതിസന്ധി എന്തായാലും നമ്മൾ കണ്ടതല്ലേ, UP കണ്ടതല്ലേ. അപ്പോൾ രാജ്യത്തെ സത്യത്തിൽ അപ്രഖ്യാപിതമായ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിട്ട് എല്ലാ ഏജൻസികളെയും ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ പോലും നിലക്ക് നിർത്താൻ ശ്രമിക്കുന്ന ഒരു ഭരണകൂടം നിൽക്കുമ്പോൾ അതിൻ്റെ കുറ്റബോധം കൊണ്ടാണ് ഈ പറയുന്ന ഞങ്ങളെല്ലായിടത്തും സംവിധാൻ ബച്ചാവോ റാലി, ഞാനിവിടെ പറഞ്ഞു 639 ജില്ലാ കേന്ദ്രങ്ങളിലാണ് ആ റാലി. 10,000-കണക്കിന് ആളുകൾ പങ്കെടുത്താണ്. നിങ്ങൾക്ക് വെരിഫൈ ചെയ്യാം, നിങ്ങൾക്ക് ലോക്കൽ വെബ്സൈറ്റുകളും ലോക്കൽ മീഡിയയും വെരിഫൈ ചെയ്ത് അറിയാം. വളരെ സക്സസ്ഫുള്ളായ പ്രോഗ്രാമാണ്. അപ്പോൾ അത് കണ്ടുകൊണ്ട് ഇതൊരു 50 വർഷം നടന്ന കാര്യം വീണ്ടും അവർ ആവർത്തിക്കുകയാണ്. അവർ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ ഇന്ന് നടക്കുന്ന കാര്യങ്ങൾക്കല്ലേ മറുപടി പറയേണ്ടത്. ആ മറുപടി ഒന്നും പറയാതെ ഒളിച്ചുവിടുകയല്ലേ, വർത്തമാനകാല ചോദ്യങ്ങളിൽ നിന്നെല്ലാം ഒളിച്ചുവിടുകയാണ്. നിങ്ങൾ മാധ്യമപ്രവർത്തകരുടെ മുമ്പിൽ എപ്പോഴും നിന്ന് തന്നിട്ടുണ്ടോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി? ഇന്ത്യയിലെ വർത്തമാനകാല പ്രശ്നങ്ങൾക്ക് മറുപടി പറയാൻ ഏതെങ്കിലും സമയത്ത് നിന്നോ? ട്രംപ് നേരത്തെ കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞ കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 15 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഞാനാണ് ഇടപെട്ട് പരിഹരിച്ചത്, അതും ട്രേഡ് ഉപയോഗിച്ചുകൊണ്ട് പരിഹരിച്ചു. ഒരു തവണ പ്രധാനമന്ത്രി പ്രതികരിച്ചിട്ടില്ല. അപ്പം ഇത് സ്വാഭാവികമായിട്ടും ഈ നാടകം അടിയന്തരാവസ്ഥ 50ാം വാർഷികം എന്ന് പറഞ്ഞ് അവിടെ നടത്തുന്ന നാടകം അവർക്ക് ഈ രാജ്യത്ത് അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ നിന്നുണ്ടായ കുറ്റബോധം കൊണ്ടുണ്ടായതാണ്. ഇത്രയും ശക്തമായ ആരോപണം കോൺഗ്രസ് ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഒരു പ്രവർത്തക സമിതി അംഗം ശശി തരൂരിനെ പോലെ ഒരാളെ നിലയ്ക്ക് നിർത്താൻ കോൺഗ്രസ് വിട്ടത്? അല്ല, ശശി തരൂരിന്റെ പ്രസ്താവനകൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ നോക്കിയത് ഏറ്റവും ശക്തമായിട്ടുള്ള അറ്റാക്കായിരുന്നു ഗവൺമെന്റിനകത്ത്. ഇതിപ്പം ആകെ പറയുന്നത് ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് പാർട്ടിക്ക് വ്യക്തമായ നിലപാടുണ്ട്. രാജ്യത്തെ സൈന്യത്തോടൊപ്പമായിരുന്നു, രാജ്യത്തിനോടൊപ്പമായിരുന്നു അതിനകത്ത് കാര്യങ്ങളിൽ. പക്ഷേ എന്ന് വെച്ച് ചോദിക്കേണ്ട ചോദ്യങ്ങൾ ചോദിക്കുക തന്നെ ചെയ്യും. കോൺഗ്രസ് പാർട്ടിയിൽ വ്യത്യസ്തമായിട്ട് പാർട്ടിക്കകത്ത് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ആ അഭിപ്രായങ്ങൾക്ക് പറയാനുള്ളവർക്ക് അവരുടെ സ്വാതന്ത്ര്യം നമ്മൾ നോക്കും. അവർക്ക് സ്വാതന്ത്ര്യം ഉണ്ടാവും പറയാൻ. അത് ഓരോരാളുടെ അവരവർ ചിന്തിക്കേണ്ടതാണ്. താൻ പറയുന്നത് എന്താണെന്നുള്ളത് അവരവർ സ്വയം ചിന്തിക്കേണ്ടതാണ്. അപ്പം ഞാൻ നിൽക്കുന്ന പാർട്ടി എൻ്റെ പാർട്ടി കോൺഗ്രസ് പാർട്ടിയാണ്. എന്നെ ജയിപ്പിക്കാൻ ആലപ്പുഴയിലെ പാവപ്പെട്ട പ്രവർത്തകർ, ആലപ്പുഴയിലെ പാവങ്ങളായിട്ടുള്ള ആളുകൾ കഠിനാധ്വാനം ചെയ്തിട്ടാണ് ഞാൻ ജയിച്ച് പാർലമെന്റിലേക്ക് വരുന്നത്. അപ്പോൾ എൻ്റെ പാർട്ടിയുടെ രാഷ്ട്രീയ ആശയങ്ങൾ എന്താണെന്നുള്ളത് പാർട്ടി ആശയങ്ങളോട് എനിക്കെപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറയാനുള്ള വേദിയുണ്ട് കോൺഗ്രസിനകത്ത്. അകത്തുണ്ട്, ചർച്ച ചെയ്യേണ്ടതാണ്. ബാക്കി കാര്യങ്ങൾ അവരവർ സ്വന്തം തീരുമാനിക്കേണ്ടതാണ്. പാർട്ടി അക്കാര്യത്തിൽ ഒരു നിബന്ധനയും ഏർപ്പെടുത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയെ പല ആവർത്തി പ്രശംസിച്ച ലേഖനം എഴുതുക, അത് PMO ഷെയർ ചെയ്യുക, അതിന്റെ മെസ്സേജ് എന്താ? അദ്ദേഹത്തോട് തന്നെ ചോദിക്കുക. നിങ്ങൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളല്ലേ, നിങ്ങൾ ചോദിക്കുക എന്താണ് അതിന്റെ മെസ്സേജ്. തരൂരിന്റെ ലേഖനത്തെ കുറിച്ചൊന്നും ഓർത്ത് തലപുണ്ണാക്കാൻ നമുക്ക് സമയമില്ലെന്നുള്ളത്. അപ്പൊ അവോയ്ഡ് ചെയ്യാന്നുള്ളത് തന്നെയാണോ നമ്മുടെ ഒരു രീതി? നിങ്ങൾക്ക് എന്താണ് വേണ്ടത് വെച്ചാൽ അതേപോലെ വ്യാഖ്യാനിക്കാം. കാരണം നിങ്ങൾക്ക് വേണ്ടത് കോൺഗ്രസിൽ നിന്നും ആരെങ്കിലും പിടിച്ച് പുറത്താക്കലാണോ? അല്ലല്ലോ. കോൺഗ്രസ് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പലവട്ടം ഇത് ആവർത്തിച്ചതാണ്. പല ആശയങ്ങളും ഉണ്ടാവും, പല അഭിപ്രായങ്ങളും ഉണ്ടാവും. പക്ഷേ ഫൈനലായിട്ട് പാർട്ടി ഒരു ഡിസിഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ എല്ലാവരും ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം.